A few moments later. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഓക്കെ ഗൈസ്, ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളപ്പോൾ എല്ലാം തീർത്ത് ഗൈസ്. ഇവിടെ എൻ്റർമാനൊക്കെ വന്നു. ഞാൻ ഇപ്പോൾ കണ്ടു. ഇപ്പോൾ ഇവിടെ പോയെന്ന് അറിയാൻ വയ്യ. നമ്മുടെ കോഴികളൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ വളരെ വളരെ ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ അതാണ്ട് ഇത് ഒരു കഴുത്ത് നീണ്ടുപോയ ഒരു ആടുണ്ട്. അതിനെ പിടിക്കാനായിട്ടാണ് ഗൈസ് ഞാൻ അങ്ങനെ ട്രാപ്പാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് പിടിക്കണം ഗൈസ്, ഉടനെ നമ്മൾ പിടിക്കും. അതിനെ കൂടി ഫാമാക്കാം. വില്ലേജാണ് നമ്മളൊന്ന് കണ്ടുപിടിക്കാനുള്ളത്. അതിന് മുമ്പ് നമുക്കൊരു ചെറുത് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഒരു ലിറ്റിൽ മൈനിങ്ങിന് നമുക്ക് ഇറങ്ങാം ഗൈസ്. ഗൈസ്, ഞാൻ ഇതാണ് പറഞ്ഞത്. ആയിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഈ സോഡും വീട് ഒന്നുമില്ലേ. ഓ ഗൈസ്, അയൺ. അയൺ എൻ്റെ മോനെ, അയൺ വേണം. അയൺ നമ്മുടെ ദൈവമാണ്. അയണിനെ നമ്മൾ കാത്ത് രക്ഷിക്കണം ഗൈസ്. നിങ്ങൾക്ക് അറിയായിരിക്കും അയണിൻ്റെ വില. Few inches later. എല്ലാം കൂടി എടുത്തുകൊണ്ട് പോയി പിന്നെ ഒരു സമയമാകുമ്പോൾ നമുക്ക് അയൺ വേണമെന്നാണ്. അപ്പോഴും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു അയൺ കാണൂല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരയൺ, എനിക്കിങ്ങനെ കുഴിച്ച് വെച്ചിട്ട് പോകുന്നത് അതെനിക്ക് ഇഷ്ടമല്ല ഗൈസ്. മനസ്സിലായില്ലേ ഗായ്സ്? വളർന്നൊക്കെ വരുന്നുണ്ട്. വളർന്നോ നിങ്ങളൊക്കെ വളർന്നോ? നിങ്ങൾ വളർന്നു വന്നിട്ട് വേണം നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം. ഓക്കെ ഗൈസ്, അയൺ വെച്ചിട്ട് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കണം. അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഗൈസ്. ഓക്കെ, ഷീൽഡ് താടാ മോനെ. അയൺ കൊണ്ട് വന്നിട്ട് ഷീൽഡ് ഇല്ല എന്ന് പറയരുത്. തടി വേണമല്ലേ? തരാലോ. ഷീൽഡ് മോനെ, ഷീൽഡ്. അപ്പം അയൺ എനിക്ക് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും? അടേ, ഇതാണ് അയൺ. അയൺ എന്തുവാടാ? മനസ്സിലാവുന്നില്ല എനിക്കൊന്നും. ഇത് വേറെ ഇതിപ്പോ ഞാൻ ഓ മനസ്സിലായി. നമ്മളിപ്പോ പൊട്ടിച്ചെടുത്തല്ലേ ഉള്ളൂ. കുറച്ച് പരിപാടികളൊക്കെ ഇല്ലേ നമുക്ക്? അങ്ങനെ ആവണം തന്നെ ഗൈസ്. എൻ്റെ മോനെ തന്നെ. ലക്ക്. ഓക്കെ, ഇനിയെങ്കിലും പറ്റുമെന്ന് പറടാ. ഒരു തടിയും കൂടി വേണം. ഇതിനെന്ത് എടുത്തോ ഗായ്സ്. ഓക്കെ, സെറ്റ്. ഓ, എത്ര കഷ്ടപ്പെട്ടു ഗൈസ് നമ്മൾ. എവിടെ നമുക്കിതൊക്കെ എഴുതണം. 6 എണ്ണം തന്നെ ഇരിക്കട്ടെ തുല്യമായിട്ട്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ഇതും കൊണ്ട് പോകണ്ട. സേഫ്. നമുക്ക് ആയുധ സാധനങ്ങളൊക്കെ ഇതിലോട്ട് വയ്ക്കാം. ഓക്കെ, എല്ലാം ഇതിനകത്ത് വയ്ക്കണ്ട. ആയുധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം. കമ്പ് കിട്ടവേ.
ബാക്കിയുള്ളത് ഇവിടെ പോയി ബാക്കി അതൊക്കെ പോയി. കാരണം നമുക്ക് എല്ലാം കൂടി എടുത്താൽ നമുക്ക് മനസ്സിലാത്തില്ലല്ലേ. കുതിരയൊക്കെ നമുക്ക് എടുക്കുന്നു കഴിഞ്ഞ ഒരു ദിവസം. അമ്പ് കുറേ ഉണ്ട് ഗൈസ്, എല്ലാം ഉണ്ട്, ആയുധങ്ങൾ കുറേ ഉണ്ട്. നമുക്ക് എല്ലാം നമുക്ക് എടുക്കണം. പട്ടീനെയൊക്കെ ഇവിടെ കിട്ടുമോന്ന് അറിയത്തില്ല. ഒപ്പിക്കാൻ ഗൈസ്, കുഴപ്പമൊന്നുമില്ല. നമ്മളത് Are you serious right now? ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. നമുക്ക് കഴിവാണ് ഗൈസ്. ഞാൻ ഇനി എന്തൊക്കെയായാലും വില്ലേജ് എന്ന് തന്നെ കണ്ടുപിടിക്കുക. അതിനൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞാൽ മാറ്റമില്ല. അപ്പോൾ വില്ലേജ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോവരുത്. ഒരു കാര്യമുണ്ട് ഗൈസ്, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചാവേ എടുക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അപ്പോഴേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ പോകും. നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പോവുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്നും വേണ്ട, ഇത് വേണ്ട, ഒരു മണ്ണ് വേണം, ഇത് കഴിക്കാൻ ആഹാരം വേണം. ഓക്കെ ഗൈസ്, നമുക്ക് ഇപ്പോൾ തന്നെ പോയി കണ്ടുപിടിക്കാം. ഓക്കെ, കോഴിക്കൊന്നും തീറ്റ കൊടുത്തില്ല, ചാവുന്നെങ്കിൽ ചാവട്ടെ ഗൈസ്. ഓ മുട്ടയിട്ടു, മോനെ മുട്ട മിടുക്കൻ. മുട്ടയൊക്കെ ഇടണം. അയ്യോ ഗൈസ്, മുട്ടയൊക്കെ പോയി. ഇത് പറഞ്ഞത്. ഹലോ ബ്രോ, എന്ത് സൗണ്ട് ബ്രോ? ഒന്നുമില്ല. ഓ, ഇയാൾ കയറൊക്കെ ഇയാൾ കൊണ്ട് തരും. ഓക്കെ, ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും തന്നെ വില്ലേജ് കാണണമല്ലോ ഗൈസ്. നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാം ഗൈസ്. ലെക്ക് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണും, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇവിടെ എൻ്റെ പോനെ ഗൈസ്, വില്ലേജ് ഗൈസ്. നമ്മുടെ ഇത്ര അടുത്ത് കിടന്നത് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. എൻ്റെ മോനെ, ഇയാൾ കാരണം നമ്മൾ എത്ര നാള് നമ്മൾ ഈ വില്ലേജ് തേടി കണ്ടുപിടിക്കാനുള്ള ഗൈസ്. ഒരു ദിവസം കൊണ്ട് ഇദ്ദേഹം ഇവിടെ തത്തേടാ. ഹായ് ബ്രോ, ഇയാൾ കോസ്റ്റ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വെച്ചിട്ടൊന്നും ചെയ്യാനില്ല. ഇതൊന്നും ഓ അതൊക്കെ ഇതെടുക്കാം. ഹായ് തത്ത വില്ലേജ് ഗായ്സ്, അടിപൊളി കേട്ടോ. അങ്ങനെ കൊല്ലല്ലേ. ഓ എത്ര തത്ത വില്ലേജ് ഗായ്സ്. എന്തൊക്കെയായാലും എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു ഗായ്സ്. വില്ലേജ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഹലോ ബ്രോ, ഉണ്ടല്ലേ. ഓ ഇതുവരെ അകത്തോട്ടാക്കാം. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗായ്സ്. നമ്മുടെ അടുത്ത വീഡിയോ, അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഗായ്സ്. നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങൾ ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കുക. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബറിൻ്റെ അതിൽ നിൽക്കുമ്പോൾ എൻ്റെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ വീഡിയോ എൻ്റെ ചാനലിൽ ഇല്ല. അതിൻ്റെ ഒരു പോസ്റ്ററിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾ എടുക്കേണ്ടതാണ്. ഓക്കെ ആൻഡ് ഗായ്സ്, ഞാനിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ വന്നിട്ട് നമ്മളതേ ഈ സാധനങ്ങളൊക്കെ ഇങ്ങ് ഒപ്പിച്ചിങ്ങ് എടുത്ത് നമ്മൾ ഈ വില്ലേജ് പൊളിക്കും ഗൈസ്. അത് ഓ സോംബി മോനെ എണീക്ക്.
ഒന്ന് എണീക്കണം മോനെ. ഒന്ന് എണീക്കണം. ഇവനൊക്കെ എണീക്കാൻ പറഞ്ഞ. അയ്യോ ക്രീപ്പർ. എണീ. ഒരു മിനിറ്റ് ഒന്ന് എണീക്ക് ബ്രോ. എടാ പോടാവേ നീ. എടാ മാറി കിടക്കടാ. ഞാൻ ഒന്ന് കിടക്കട്ടെ ബ്രോ. ഇതെന്താ ഇത്? കൊള്ളാലോ. 4 എണ്ണം കൊടുത്താ ഇത് തരും. കൊള്ളാം. ഡാ പോ, ഇറങ്ങിപ്പോ. പൊട്ടിക്കല്ലേ. ഒരു കാര്യം ചെയ്യുക. എന്തിയോടാ വാ മിസ്റ്റർ ബിഗ്. Where are you going? Vincent, we can't live side by side. Vincent! Our temperaments are in... ബ്രോ ഇങ്ങോട്ട് വാ ബ്രോ. ഇവിടെ കുറെ ആൾക്കാർ. ബ്രോ ഇങ്ങോട്ട് വാ. ബ്രോ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ. ബ്രോ ഇങ്ങോട്ട് വാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇയാൾ നമ്മളെ നല്ലൊരു ഫ്രണ്ടാവും ആയിരിക്കും. ഓക്കെ ബ്രോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്നാലും നമുക്ക് നിങ്ങൾ ഇവിടെയൊക്കെ പരിസരത്ത് നിൽക്കണം. ഇല്ലേ വേണ്ട ഗൈസ്. വേറെ സോംബിയൊക്കെ ഒന്ന് അയാൾ പോയി രക്ഷപ്പെടുത്തണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ വില്ലേജൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഇവനാ നിന്റെ അടുത്ത് എണീറ്റ് മാറാൻ പറഞ്ഞില്ലേ നിനക്ക് എന്താ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്തായിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയ്ക്ക് ടാറ്റാ ബൈ ബൈ ഗൈസ്.